അപ്പൊ മറ്റേ നമ്മളെ ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് എന്താണ്? പെർമ്യൂട്ടേഷൻ എന്ന് പറയാം അല്ലെ. അപ്പൊ അവിടെ അറേഞ്ച്മെന്റിന്റെ ഓർഡർ ഇമ്പോർട്ടന്റാ. ഇപ്പൊ നമ്മള് കാറ്റ് എന്ന് പറഞ്ഞത് തന്നെ നമ്മള് പല വേസിൽ അറേഞ്ച് ചെയ്യാം അല്ലെ. ആദ്യം സി വെച്ചിട്ട് എഴുതാം, പിന്നെ ഈ ഒരു ഓർഡറിൽ തന്നെ അറേഞ്ച് ചെയ്യാം, വേണമെങ്കിൽ എ ഫസ്റ്റ് കൊണ്ടുവരാം, അങ്ങനെ ചെയ്യാം. അപ്പൊ ഇനി കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ഷൻ ആ പറയണത്. അതായത് ഇപ്പൊ നമുക്ക് 5 പേരിൽ 2 പേര് സെലക്ട് ചെയ്യണം. 5 പേരുടെ ടീം ഉണ്ട് നമ്മുടെ അടുത്ത്. അപ്പൊ 2 പേരെ സെലക്ട് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് ജ്യോതിഷിനെ നിന്നെ സെലക്ട് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് പിന്നെയും നിങ്ങൾ ഇപ്പൊ ജ്യോതിഷിനെ ആദ്യം സെലക്ട് ചെയ്തിട്ട് ഇവനെ സെലക്ട് ചെയ്താലും ആദ്യം ഇവനെ സെലക്ട് ചെയ്തിട്ട് ജ്യോതിഷിനെ സെലക്ട് ചെയ്ത സെയിം തന്നെയല്ലേ. അപ്പോ ഇവിടെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോ അതാണ്. അവിടെ ഓർഡർ എന്തല്ല, ഇമ്പോർട്ടന്റ് അല്ല. ഇപ്പൊ ജ്യോതിഷ് കഴിഞ്ഞിട്ട് ഇവന് മാനസിനെ സെലക്ട് ചെയ്താലും മാനസ് കഴിഞ്ഞ് ജ്യോതിഷ്, ഇതിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. MJക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. അപ്പോ കോമ്പിനേഷനിൽ നമ്മൾ എടുക്കുന്ന ആൾക്കാരെയാണ് ഇമ്പോർട്ടന്റ്. അവരെപ്പ എങ്ങനെ ഏത് ഓർഡറിൽ എടുക്കുന്നു എന്നുള്ളത് എന്തില്ല, പ്രാധാന്യം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഏതായിരിക്കും കൂടുതൽ വരുന്നത്? പെർമുട്ടേഷൻ ആയിരിക്കും കോമ്പിനേഷന്റെ വാല്യൂ ആയിരിക്കും കൂടുതൽ വരുന്നത്? പെർമുട്ടേഷൻ ആയിരിക്കില്ലേ കൂടുതൽ വേണ്ട. പെർമുട്ടേഷനിൽ നമ്മൾ ഓരോ ഓർഡറും എടുക്കുന്നുണ്ട്. ആദ്യം ജ്യോതിഷനെടുത്ത് പിന്നെ നിന്നെടുത്താലും പിന്നെ രണ്ടാമതൊരെണ്ണം എടുക്കുന്നുണ്ട്. ഏതാ? ആദ്യം മാനസിനെടുത്ത്, അതും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ പെർമുട്ടേഷൻ ആയിരിക്കും എന്ത് കൂടുതലായിട്ട് വരുന്നത്? കോമ്പിനേഷൻ എന്തായിരിക്കും? കുറവായിരിക്കുള്ളൂ. അപ്പൊ കോമ്പിനേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യണ സി വെച്ചിട്ടാണ് കേട്ടോ ബേസിക്കലി. അടുത്ത എഴുതിക്ക് കോമ്പിനേഷൻ ഹെഡിങ് ഏരിയ. The number of combination of n distinct object taken r at a time is given by NCR. NCR. The number of combination of n distinct object taken r at a time is given by NCR, which is equal to, അതിന്റെ ഇക്വേഷൻ ആണ് n factorial by r factorial into n minus r factorial. അപ്പൊ NPRന്റെ കൂടെ ബൈ ഒരു r factorial കൂടി വരും കേട്ടോ. NCR is equal to n factorial by അത് NPR അല്ലേ. NPRന്റെ ഇക്വേഷൻ എന്താ? n factorial by n minus r factorial. ഈ സാധനം ഇല്ല, എഴുതിയിട്ടില്ല. അപ്പൊ ഇതാണ് എന്ത്? കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ ലെറ്റ് us consider 3 person ABC. 3 പേഴ്സൺസ് ഉണ്ട്. ആരൊക്കെയാ? A, B, C. അപ്പൊ ഈ 3 പേരെ വെച്ചിട്ട് നമുക്ക് 2 പേരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കണം. അപ്പൊ ഏതൊക്കെ പോസിബിലിറ്റി വരുമെന്നൊന്ന് എഴുതിക്കേ. 3 പേരാണുള്ളത്. A, B, C. നമുക്ക് 2 പേരുടെ ഒരു ടീമാണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഏതൊക്കെ വരും? എ ബി വരും, പിന്നെ AC വരും, പിന്നെ BC വരും. ഇനി AB BC എന്ന് പറഞ്ഞത് ഇത് വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ കോമ്പിനേഷൻ എത്ര എണ്ണം വന്നേക്കണം? 3 എണ്ണം. അപ്പൊ ഇത് മറ്റേ ഫോർമുലയിലിട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 3 പേരുണ്ടായിരുന്നു, എത്ര പേരെ വേണം നമുക്ക്? 2 പേര്. അപ്പൊ വേണ്ട ആൾക്കാരെ നമ്മൾ അടിയിൽ എഴുതണം. ക്വസ്റ്റ്യൻ എഴുതണ്ട. അപ്പൊ 3C2 എങ്ങനെ കണ്ടുപിടിക്കും? 3 factorial by 2 factorial into 3 minus 2 1 factorial. അപ്പൊ എന്താ? അപ്പൊ 3 കിട്ടിയില്ലേ? ഇത് എഴുതണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എഴുതിക്കേ. If there are 4 objects, if there are 4 objects A, B, C, D, we have to select three objects from. We have to select 3 objects. Find the combinations. We have to select 3 objects. Find the combinations. എത്ര കോമ്പിനേഷൻസ് ഉണ്ടടാ? അവനവിടെ സ്വപ്നവും കണ്ടോണ്ടിരിക്കുന്നത്.
അമ്മ കണ്ടുപിടിക്കട്ടെ. കിട്ടിയാ ജ്യോതിഷേ? എടാ 4 പേരുണ്ട്. നിനക്ക് എത്ര പേരെ വേണം? 4 പേരെ മതി. അല്ല 3 പേരെ മതി. അപ്പൊ 4C3 അല്ലേ? 4 പേരുണ്ട്. നമുക്ക് 3 പേര് സെലക്ട് ചെയ്താൽ മതി. ഇപ്പൊ 4C3 കണ്ടുപിടിക്കാലോ. 4C3യുടെ വേണം. ആൻസർ 4. എന്താ ഉറപ്പില്ലാത്ത എന്താ എനിക്ക്? പിന്നെന്താ? ആലോചിക്കും. എ ബി 2 പേരാണാടാ. 3 പേര് എടുക്കണ്ട. അപ്പൊ ABC ഒരെണ്ണം, പിന്നെ ACD അങ്ങനെ വരും കേട്ടോ. എന്താടാ കുളിക്കാൻ തോന്നണെന്ന്? പിന്നെ നീ എന്താ പറഞ്ഞ? പൊളിക്കാൻ തോന്നണെന്ന്? അടുത്ത മാസവും ഇവിടെ അത് പെർമുട്ടേഷനും പിന്നെ ലീനിയർ പോലെ. ലീനിയർ വേണം അല്ലെങ്കിൽ മറ്റേ കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ്. എന്താ ഇതെന്താ ബുദ്ധിമുട്ട്? എന്നാ 3 വെക്കാം. കോംപ്ലക്സും കോംപ്ലക്സ് ഇതും വെക്കാം പെർമുട്ടേഷൻ. നിങ്ങൾക്ക് അതല്ലേ തെറ്റിപ്പോകും. വേണ്ട, കോംപ്ലക്സും പെർമുട്ടേഷൻ വേണ്ട. അത് എളുപ്പം, 2 എളുപ്പം. എടാ അങ്ങനെയാണെങ്കിൽ NCRന്റെ NCNന്റെ വാല്യൂ NC0ന്റെ വാല്യൂ കണ്ടുപിടിച്ചേ. NC0 വാല്യൂ കണ്ടുപിടിക്കും. മറ്റവന്മാരെ എപ്പോഴും വരാനാടാ? ഇന്ന് വരില്ലായിരിക്കും. NCNന്റെ വാല്യൂ എന്താ കിട്ടിയ? NCN 1. NC0യുടെ വാല്യൂ എന്താടാ? NCN 1. അടിയില് 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരണത്? അടിയിൽ 0. N ഫാക്ടോറിയൽ എന്നും കട്ടാക്കി കളഞ്ഞു. 1/0 എന്താടാ? എടാ 0 ഫാക്ടോറിയൽ എന്താ? 0 ഫാക്ടോറിയൽ 1 0 ഇൻറ്റു ടെക്സ്റ്റിലുണ്ടോ? എവിടെ? ഞാൻ കണ്ടിട്ടില്ല. എവിടെ എവിടെ എടുത്ത്? ആരെങ്കിലൊക്കെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? എടാ 4 ഫാക്ട് ഉറപ്പാണോ? ഉറപ്പല്ലെങ്കിൽ നിന്റെ മുടി തല പകുതി മുട്ടയടിച്ചിട്ട് വരട്ടെ. നോക്കിയടാ. ആണോ? മണ്ണാടാ? എവിടെ പ്രൂഫ് കാണിച്ചതിന്റെ? ഞാൻ ഇവന്റെ അടുത്ത് 0 എന്നാ പറഞ്ഞ നേരത്തെ. എവിടെ കാണിച്ചടാ പ്രൂഫ്? അത് N-0 ഫാക്ടോറിയൽ അല്ലേടാ? അതെന്താ സംഭവം എന്നറിയോടാ? NCN ഡിറൈവ് ചെയ്തിട്ടേക്കണ അവര്. അത് ഞാൻ കാണിച്ചുതരാം. എടാ NCNന്റെ വാല്യൂ എന്താ? 1 ആണ് അല്ലെ? NCN എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധിക്കുക. N ഫാക്ടോറിയൽ ബൈ N മൈനസ് R ഫാക്ടോറിയൽ. അതായത് N-N ഫാക്ടോറിയൽ എന്താ? 0. അപ്പൊ NCNന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1.
ആറിന്റെ പകുതി കൂടെ എന്താ? ആ എൻ ഇൻറ്റു അല്ലടാ ഇവിടെ പി അല്ലേ? എടാ ഒന്ന് ഓപ്പൺ ചെയ്ത്. അല്ല എൻ പി ആർ ആണ് കേട്ടോ, മാറിപ്പോയി. എൻ സി എൻ. ആ ശരി ശരി, എൻ ഫാക്ടോറിയൽ ഉണ്ട് ഇതിന്റെ ഇടയിൽ. ആ ആ ഇതിങ്ങനെ തന്നെ. എൻ സി എൻ ഇസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എൻ ഫാക്ടോറിയൽ. അപ്പൊ ഇത് നമുക്ക് എന്ത് വരും? 1/0 ഫാക്ടോറിയൽ അല്ലെ? അപ്പൊ ഇതിന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാ അതിന്ന് എങ്ങനെയാണ് ഇവരിങ്ങനെ എടുത്തത്? പ്രൂഫായിട്ട് ഇവര് വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എടാ സീറോന് ഇപ്പുറത്തൊരു ക്രോസ് മൾട്ടിപ്ലൈ. അപ്പൊ 0 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 1/1 വിച്ച് ഇസ് ഈക്വൽ ടു 1. ആ 1 ഇത് നമ്മൾ എഴുതി വന്നപ്പോ 1/0 ഫാക്ടോറിയൽ എന്ന് വന്നത്. ഇനി എന്താ അവിടെ പ്രൂഫ്? ഡിഫൈൻ മാത്രം കൊടുത്തിട്ടുള്ള ഇവരതിന്റെ പ്രൂഫ് ഇതാന്ന് പറഞ്ഞാ കൊടുത്തേക്കണം. വേറെ എല്ലാം ഉണ്ടാ നോക്കിക്കേ. ഇനി എൻ സി എന്നിന്റെ എങ്ങനെ കിട്ടി നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഇനി ഇതിന്റെ പ്രൂഫ് വെച്ച് ഇത് തന്നെ എഴുതി വെച്ചാൽ മതി. ഇതാണ് എളുപ്പം കുറച്ചും കൂടി. എൻ സി എൻ എന്ന് പറഞ്ഞ എന്താ? എൻ പി എന്തായാലും കുഴപ്പമില്ല. എൻ പി എന്നിന്റെ വാല്യൂ എന്താടാ? എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. അപ്പൊ എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് എൻ 0 ഫാക്ടോറിയൽ. അങ്ങനെ ചെയ്താലും മതി. എൻ പി ആർ വെച്ച് ചെയ്താലും മതി കേട്ടോ. ഇവരെന്താ ചെയ്യാൻ പോണെ നമുക്ക്? എൻ പി 0ന്റെ വാല്യൂ എനിക്ക് എങ്ങനെ കിട്ടിയപ്പോ? അല്ലടാ എൻ പി 0 ഇസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എൻ ഫാക്ടോറിയൽ. ആ എൻ പി 0ന്റെ വാല്യൂ 1. ഇത് അത് വെച്ചിട്ട് കണ്ടുപിടിച്ചു. ഇപ്പൊ അത് ഇമ്പോർട്ടന്റ് അല്ലല്ല. 0 ഫാക്ടോറിയലിന്റെ വാല്യൂ 1 ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണോ ചോദിച്ചിട്ടുണ്ടോ? 0 ഫാക്ടോറിയലിന്റെ പ്രൂഫ് കാണിക്കണ്ടല്ലോ. അപ്പൊ അവിടെ കാർ വരയ്ക്കേണ്ടത് നിർത്തിക്കണം. അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞത്? ഏതാ മനസ്സിലായ? എൻ പി എൻ വെച്ചിട്ടാണ് അവർ പ്രൂവ് ചെയ്തത്. എൻ പി എൻ വെച്ച് നോക്കിക്കുക. എൻ പി എന്നിന്റെ വാല്യൂ എന്താടാ? എൻ ഫാക്ടോറിയൽ ബൈ എൻ പി 0യുടെ വാല്യൂ എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് 0 ഫാക്ടോറിയൽ. അപ്പൊ എൻ മൈനസ് 0 എന്ന് പറഞ്ഞാൽ എൻ അല്ലേ? അപ്പൊ വിച്ച് ഇസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ എൻ ഫാക്ടോറിയൽ എന്താ? 1 കിട്ടും. ഇനി ഈ 1 യൂസ് ചെയ്തോണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഇപ്പൊ എൻ പി 0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? നമുക്ക് എൻ സി എൻ ആണ് വന്നത്. എൻ സി എനും എൻ പി എനും കൂടി ഒരു റിലേഷൻ ഉണ്ട്. എന്താ? ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ സി എൻ എന്ന് പറഞ്ഞിട്ട്. എൻ സി എൻ ഇസ് ഈക്വൽ ടു നീ എന്തിനാണ് എനിക്ക് ഇത് കൊണ്ടുവന്നത്? ഇതിന്റെ വാല്യൂ വേണ്ട. എവിടെ അതിന്റെ പ്രൂഫ് ഇല്ലേ ഇതിന്റെ അകത്ത്? അല്ല ഇത് യൂസ് ചെയ്തിട്ട് നീ എങ്ങനെ പ്രൂവ് ചെയ്തത്? ഇത് എൻ പി 0 ഓക്കെ. എൻ പി 0 1 കിട്ടി. ഇനി ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രൂവ് ചെയ്തു? നോട്ടിലുണ്ടോ പ്രൂഫ്? എടാ നിങ്ങൾ ചോദിച്ച ഇത് മനസ്സിലായ? എൻ സി എന്നിന്റെ മനസ്സിലായ? എൻ സി എന്നിന്റെ മനസ്സിലായില്ലേ? എൻ സി എന്നിന്റെ വാല്യൂ ഏതില്? എൻ സി എൻ 1 ആയിട്ട് എടുത്തിട്ട് ചെയ്താൽ മതി. ഇനി പ്രൂഫ് ചോദിച്ചാൽ എൻ സി എൻ വെച്ച് പ്രൂവ് ചെയ്താൽ മതി. കേട്ടാ? ഒരു മാർക്ക് ചിലപ്പോ ചോദിച്ചു.
നമ്മളിപ്പോ എന്താ പറഞ്ഞ എൻസിന്റെ വാല്യൂ കണ്ടുപിടിച്ച എത്ര 1 എൻസി 0 എൻസി 0യും 1 എൻസി 0 എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ എന്ത് വരും 0 ഫാക്ടോറിയൽ അതും 1 തന്നെ കേട്ടോ. അടുത്ത റിലേഷൻ NCR is equal to 1. NC0 is equal to 1. അടുത്ത റിലേഷൻ എടുത്ത് NCR is equal to NCR is equal to NCN minus 1. പ്രൂഫ് ഉണ്ടോ നിങ്ങൾക്ക് പ്രൂഫ് ചോദിക്കാറുണ്ടാടാ എക്സാമിന്? പ്രൂവ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അത് നിങ്ങൾ തന്നെ നിങ്ങളെ കൂടെ തന്നെ ചെയ്യിക്കാം. അപ്പൊ ഏതൊക്കെ NCR is equal to NCN minus 1. NCR is equal to NCN minus 1 where N is greater than or equal to R. Where N is greater than or equal to R. ഇല്ല, ഇത് പ്രൂവ് ചെയ്യണം നിങ്ങൾ കേട്ടോ. NCR is equal to NCN minus 1 where N is greater than or equal to R. അപ്പൊ ആദ്യം NCR ന്റെ ഡെഫിനിഷൻ എഴുതിക്കേ. ഇവന്മാര് ടെക്സ്റ്റ് വീട് മൊത്തം തെറ്റാണ് കേട്ടോ ശരിക്കും. ഇവിടെ ടെക്സ്റ്റ് ഉണ്ടെന്നേടാ ഇവര് ഇതില് തെറ്റ് ചെയ്തിട്ടുണ്ട് നോക്കണം. NCN minus ആണോ എവിടെ തിയറോ ഇവിടെ ഇതിന്റെ തിയറംസ് എവിടെയാടാ ഇതിന്റെ? NCR is equal to വേറെ രണ്ടാമത്തെ തിയറോടെ N minus R അല്ലേ? N minus 1 അല്ലല്ലോ വരുന്നത് അല്ലേ? അല്ലേ എടാ N minus 1 അല്ലേ? ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക്. N minus R ആണേ. N minus R ആണേ. ടെക്സ്റ്റ് തെറ്റി. അപ്പൊ NCR is equal to NCN minus R. NCR ന്റെ ഡെഫിനേഷൻ എന്താ? N ഫാക്ടോറിയൽ ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു N മൈനസ് R ഓൾ ഫാക്ടോറിയൽ. ഇനി NCN മൈനസ് ആറിന്റെ ഡെഫിനേഷൻ എന്താ? മൈനസ് NCN മൈനസ് ആറിന്റെ ഡെഫിനേഷൻ N ഫാക്ടോറിയൽ ബൈ N മൈനസ് ഏതാ? N മൈനസ് എന്താവും? കട്ട് ചെയ്ത് പോവത് എന്നും കട്ട് ചെയ്ത് പോകും. പിന്നെ എന്താ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോ 6 മാത്രമേ ഓടാം. പറഞ്ഞുതരണ്ടല്ലോ. ആൻസർ NCR ഇട്ട് ഇവിടെ ചെയ്ത് വരുമ്പോ ഇവിടെ നോക്കിയടാ, ഇത് N മൈനസ് R, ഇത് N കട്ടായി പോകും. പിന്നെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോ പ്ലസ് ആവും. അപ്പൊ R ഫാക്ടോറിയൽ ആവും. മനസ്സിലായ? എടാ മൈനസ് ബ്രാക്കറ്റ് ഇടുന്ന മൈനസ് N മൈനസ് N എന്താണ്? ദൈവമേ നിക്ക് നോക്കട്ടെ, എല്ലാം കട്ടാവുന്നു. നോക്കടാ, N ഫാക്ടോറിയൽ ബൈ N മൈനസ് R ഫാക്ടോറിയൽ. പിന്നെ ഈ എന്നും എന്താവും? N മൈനസ് N ബ്രാക്കറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. മൈനസ് മൈനസ് പ്ലസ് R ഹോൾ ഫാക്ടോറിയൽ. എന്നും പോകൂലേ? 0. അപ്പൊ N ഫാക്ടോറിയൽ ബൈ N മൈനസ് R ഫാക്ടോറിയൽ ഇൻറ്റു പിന്നെ R ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ എന്താ? NCRന്റെ ഡെഫിനേഷൻ അല്ലേ ഇത് വന്നേക്കണം?
എന്നെ കട്ട് ചെയ്യണം എങ്ങനെ? പ്രൂഫ് പ്രൂഫ് ഏത് n മൈനസ് ആർ ഫാക്ടോറിയൽ? നമ്മൾ ഇവിടെ നിന്ന് എന്താ സ്റ്റാർട്ട് ചെയ്തത്? NC ആയിരുന്നു. ഇതല്ലേ? ഇതെങ്ങനെ നിനക്ക് ഇവിടെ വന്നത്? ഇത് ഇവിടം വരെ ഓക്കെ. ഇത് എന്തിന്റെ ഡെഫിനേഷനാ? നമ്മളോട് രണ്ടും ഈക്വൽ. നമ്മൾ എന്താണ് ആദ്യം നമ്മൾ ഇത് NCR ഡിഫൈൻ ചെയ്യും. ഇത് എന്നിട്ട് നമ്മൾ ഇതെടുക്കും. NC എന്താണ്? NC n മൈനസ് ആർ ഇതിന്റെ കണ്ടുപിടിക്കാൻ പോണേ. അപ്പൊ n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് n. അപ്പൊ ഇത് നമ്മൾ NCR ആണെന്ന് കാണിച്ചാൽ മതി. ഇത് രണ്ടും പോവും. ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ. n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. ഈ മൈനസ് മൈനസ് പോകുമ്പോൾ കട്ടായി പോകുന്നു. ബാക്കി മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പൊ ആകെ ആർ ഫാക്ടോറിയൽ ആണ്. ഇത് എന്തിന്റെ ഡെഫിനേഷൻ ആയിരുന്നു? കോമ്പിനേഷനാ. NCRന്റെ ഡെഫിനേഷൻ അല്ലേ ഇത്? നോക്ക്, ശ്രദ്ധിച്ചു നോക്ക്. NCRന്റെ ഡെഫിനേഷൻ അല്ലേ ഇത്? അപ്പൊ വിച്ച് ഇസ് ഈക്വൽ ടു NCR. അപ്പൊ നമ്മൾ ഇതിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എവിടെ എത്തി? വിച്ച് ഇസ് ഈക്വൽ ടു NCR എന്ന് കാണിച്ചാൽ മതി. ഇത് രണ്ട് ഈക്വൽ ആണെന്നാണ് കാണിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഏത് തെറ്റി? എവിടെ തെറ്റി? ഇല്ല, ഇവിടെ NCR എന്നാണ്. NCR മൈനസ് n മൈനസ് ആർ ആയിരുന്നു. അത് തിരുത്തിയില്ലേ? ക്വസ്റ്റ്യൻ തെറ്റൊന്നുമില്ല. ക്വസ്റ്റ്യൻ ഞാൻ തിരുത്തിയായിരുന്നു. നിനക്കെന്താ മനസ്സിലാവാത്ത? കൊഞ്ചി ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ അങ്ങനെ? ഇതിപ്പോ നമ്മള് NC n മൈനസ് ആർ ഇപ്പൊ നമ്മൾ എന്തിലോട്ട് എത്തി? ഇതിന് എന്തിന്റെ ഡെഫിനേഷൻ ആടാ ഇത്? ഇത് n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ എന്തിന്റെ ഡെഫിനേഷൻ? അപ്പൊ അത് ഈക്വൽ ടു NCR കിട്ടിയില്ലേ? എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്? NCR മൈനസ് 1 ഇത് രണ്ടും സെയിം ആണെന്നാണ് കാണിക്കേണ്ടത്. പിന്നെ നീ എന്താ കാണിച്ചേക്കണ? മനസ്സിലായോ ജ്യോതിഷേ? നിനക്ക് മനസ്സിലായടാ? പ്രൂഫൊക്കെ ചോദിക്കോടാ? ചോദിച്ചാലോ ചിലപ്പോ. അടുത്തൊരു പ്രൂഫും കൂടി ചെയ്താലോ? അടുത്ത ഒന്ന് എഴുതി വെക്കടാ. പ്രൂവ് ദാറ്റ്. നിങ്ങൾ തന്നെ ചെയ്യാം. പ്രൂവ് ദാറ്റ് NCR plus NCR minus 1 is equal to n plus 1 CR. അപ്പൊ ആദ്യം NCRും ഇത് രണ്ടും കണ്ടുപിടിക്കട്ടെ. ഫസ്റ്റ് പ്ലസ് ചെയ്യാം. ഫസ്റ്റ് എത്താം. സാറിന് എൽസിയം വരട്ടെ. കോമൺ ഒക്കെ പുറത്തെടുക്കേണ്ടി വരും കേട്ടോ. സാരില്ല, നിന്റെയൊക്കെ ബ്രെയിൻ വർക്ക് ചെയ്തിട്ട് അങ്ങോട്ട്. ഇതേടെ ക്വസ്റ്റ്യൻ എവിടെ എത്തിക്കും? എന്താണ്? ടെക്സ്റ്റിലുണ്ടോ അതിന്റെ പ്രൂഫ്? കിട്ടിയ എനക്ക്
ഇനി നോക്കിക്കേ, ഈ ഒരു ആർ ഫാക്ടോറിയലിന് ആർ ഇൻറ്റു ആർ മൈനസ് വൺ ഫാക്ടോറിയൽ എന്ന് എഴുതാം കേട്ടോ. കഴിഞ്ഞാ അത് പ്രൂവ് ചെയ്യണ്ടേ പിന്നെ. 4 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് എഴുതാല്ല. അതുപോലെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആർ ഇൻറ്റു ആർ മൈനസ് വൺ ഫാക്ടോറിയൽ എന്ന് എഴുതാം. അങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ അത് എഴുതാം. ഏതാ? ആർ പ്ലസ് വൺ എന്നാ അതെങ്ങനെ എഴുതും? 4 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ. അപ്പൊ ആർ ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? ആർ ഇൻറ്റു ആർ മൈനസ് വൺ ഫാക്ടോറിയൽ എന്ന് എഴുതാം. അപ്പൊ ഇതിനെ നമ്മൾ അങ്ങനെ എഴുതാം കേട്ടാ. കിട്ടിയാ? പ്രൂവ് കിട്ടിയാ? അതുപോലെ ആർ മൈനസ് വൺ ഫാക്ടോറിയലിന് ഇത് അങ്ങനെ തന്നെ നടക്കട്ടെ. ഇതിനെ അതുപോലെ അറേഞ്ച് ചെയ്ത് എഴുതാം. ഒരെണ്ണം കുറച്ചിട്ടുള്ള രീതിയിൽ എഴുതാം. അപ്പൊ എന്ത് വരും? എൻ മൈനസ് ആർ മൈനസ് വൺ ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? ആർ പ്ലസ് വൺ ആകുമ്പോഴത്തേക്കും ആർ പ്ലസ് വൺ ആണോ? എൻ മൈനസ് ആർ. ഇവിടെ നോക്ക്, എൻ മൈനസ് ആർ മൈനസ് വൺ. അപ്പൊ ഇതിന്ന് ഒരെണ്ണം കൂടി കുറയ്ക്കുമ്പോ എന്താ? എൻ മൈനസ് ആർ മൈനസ് വൺ മൈനസ് വൺ എന്നാവൂലേ? മനസ്സിലായ? അപ്പൊ ഇതിനെ മാറ്റി എഴുതുക കേട്ടാ. എൻ ഫാക്ടോറിയൽ ബൈ ആർ ഇൻറ്റു ആർ മൈനസ് വൺ ഫാക്ടോറിയൽ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ഞങ്ങൾക്കൊക്കെ എല്ലാ ദിവസവും ഞാൻ എക്സാം വേണ്ടി വരും എങ്ങനെയാണെങ്കിൽ. അപ്പൊ മറ്റേ നമുക്ക് എങ്ങനെ എഴുതാം? എൻ മൈനസ് ആർ മൈനസ് വൺ ഫാക്ടോറിയൽ. ഇതിന് നമുക്ക് ബ്രാക്കറ്റ് ഇതിന് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എഴുതാട്ടോ. അല്ല, ഞാൻ ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എഴുതാല്ലോ. 4 ഫാക്ടറിൽ 4 എഴുതണ്ടേ? അപ്പൊ ഈ സാധനം എന്തായാലും നമ്മൾ അടിയിൽ എഴുതണ്ടേ? ഈ സാധനം ഇൻറ്റു ഇതേ ഒരെണ്ണം കുറച്ചിട്ടുള്ളത് അടുത്തത്. ജ്യോതിഷ ചെയ്താ മനസ്സിലായില്ല? 4 ഫാക്ടോറിയൽ നോക്കിയേ, 4 ഇൻറ്റു 3 എന്നല്ല എഴുതിയത്. അപ്പൊ ഇതിന് നമ്മൾ ഒന്നുകൂടി എഴുതിയിട്ട് വേണ്ടേ മൈനസ് 1 കുറച്ചിട്ട് പിന്നെ എഴുതാൻ, അതിന്റെ ഫാക്ടോറിയൽ ആക്കി എഴുതാൻ. അതിന് നോക്ക്, 4 ഫാക്ടോറിയലിന് 4 ഇൻറ്റു ഒരെണ്ണം കുറച്ചിട്ടുള്ളതാണ് എഴുതേണ്ടത്. അപ്പൊ ഈ 4 ഇത് എഴുതണമല്ലോ. അപ്പൊ ഈ സാധനം അടിയിൽ എഴുതണ്ടേ? മനസ്സിലായ? അവനതെന്തിനാ ഇതെന്തിനാ പിന്നെ ഇതെന്തിനാ ഇവിടെ എഴുതിയെന്നാണ് അവൻ ചോദിച്ചത്. അപ്പൊ ഇതിനെ ഞാൻ കുറച്ചുകൂടി റീഅറേഞ്ച് ചെയ്യുമ്പോ എൻ മൈനസ് ആർ പ്ലസ് വൺ ഫാക്ടോറിയൽ എഴുതി. ഇതിന് ഒരെണ്ണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്താവും? എൻ മൈനസ് അപ്പൊ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ഇവിടെ ഇത് നോക്ക്, ബ്രാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടാണ് എഴുതിയേക്കണം. ഇനി ഇതെന്തിനാ നമ്മൾ ഇങ്ങനെ എഴുതിയെന്ന് വെച്ചാ കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ പുറത്തെടുക്കാൻ വേണ്ടിട്ടാ. രണ്ട് സൈഡിലുള്ളത് എന്താ? ആർ മൈനസ് വൺ ഉണ്ട്, എൻ മൈനസ് ആർ ഉണ്ട്. അത് രണ്ടും ടേക്കിൻ ഔട്ട് സൈഡ്. ഇത് ചിലപ്പോ പ്രൂവ് ചോദിക്കും ചിലപ്പോ. പിന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിച്ചത് തന്നെ വെറുതെ പോവും. അതാണ് ഇത് എളുപ്പമാടാ, കോൺസെൻട്രേറ്റ് ചെയ്താണ്. പാടാണ്. പെർമുട്ടേഷൻ വരെ കുഴപ്പമില്ലല്ലോ നിനക്ക്. കോമ്പിനേഷൻ പഠിച്ചിട്ടില്ലല്ലോ, പഠിച്ചാൽ ശരി. ഇനി ഇവിടെ കോമൺ, രണ്ടിടത്ത് കോമൺ എന്താ? എൻ ആർ മൈനസ് വണ്ണും എൻ മൈനസ് ആറും രണ്ടും പുറത്തെടുക്കാം അല്ലെ? ഇത് രണ്ടും അല്ലേ കോമൺ ആയിട്ടുള്ളത് രണ്ടെണ്ണത്തിന്? ഇതും ഇതും, അത് രണ്ടും പുറത്തോട്ടെടുക്കാം. പിന്നെ എൻ ഫാക്ടോറിയൽ ഉണ്ടല്ലോ കോമൺ ആയിട്ട് മോളില്, അപ്പൊ അതും പുറത്തോട്ടെടുക്കാം. അപ്പൊ എൻ ആർ മൈനസ് വൺ ബ്രാക്കറ്റിനുള്ളില് 1/r അത് തന്നെ 1/r പ്ലസ് 1/n മൈനസ് ആർ പ്ലസ് 1. ഇനി ഞാൻ ബ്രാക്കറ്റിനുള്ളിൽ നിന്ന് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ട് ലാസ്റ്റ് ആൻസർ ഞാൻ പറഞ്ഞു നോണ്ടോ അത്ര ബാക്കി നീയൊക്കെ ചെയ്യും.
എൽ സി എടുക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അപ്പൊ കട്ട് ചെയ്ത് കിട്ടുള്ളൂ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അടിയിലെത്താ. നിങ്ങൾക്ക് n+1 മാത്രം വന്നുള്ളതാ. എന്തായിട്ട് ലാസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ കട്ട് ചെയ്ത് കളാം. ആ ഡിനോമിനേറ്റർ r ഫാക്ടോറിയൽ ബൈ അല്ല ബ്രാക്കറ്റിനകത്ത് ഞാൻ ബ്രാക്കറ്റ് തുറന്നില്ല. മുകളിൽ തന്നെ കട്ട് ചെയ്യാനുള്ള ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താ നീ കട്ട്. ആ അപ്പൊ n+1 മുകളിൽ വന്നല്ലേ. അടിയിലെന്താ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താ അടിയിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അതെന്താന്നാടാ നമുക്ക് n-r ഫാക്ടോറിയലും n+r ഫാക്ടോറിയലും ഇതിനെ രണ്ടിനെയും കൂടി ക്ലബ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? n-r+1 ഫാക്ടോറിയൽ എഴുതി കൂടെ? അത് ഒരുമിച്ച് എഴുതിയേക്കണം കണ്ട. n-r+1 കഴിഞ്ഞിട്ട് അടിയിൽ വരുന്ന സാധനമല്ലേ ഇത്. അപ്പൊ അതിനെ നമ്മള് അതിനെ തന്നെ മാറ്റി എഴുതിയത് അവര്. 1 ഇവിടെ എഴുതി 6 അടിയിൽ എഴുതി. മനസ്സിലായ? അത് ഫാക്ടറിന്ന് ഒരുമിച്ച് ചെയ്തായിരുന്നു. നിനക്ക് മനസ്സിലായതാ? ഇവിടം വരെ കിട്ടിയ നിനക്ക്? ഇവിടം വരെ കിട്ടിയില്ലേ? അടിയിലത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണ്ട. ഇവിടെ അല്ലേ? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോ എനിക്ക് എന്താ കിട്ടി? മുകളിൽ എന്താ കിട്ടിയത്? അതായത് n ഫാക്ടോറിയൽ ബൈ മറ്റേ ടേമായിട്ട് r-1 ഫാക്ടോറിയൽ n-r ഫാക്ടോറിയൽ ഇൻറ്റു മുകളിലത്തെ n+1 r അല്ലേ ബൈ r ഇൻറ്റു n-r+1. അപ്പൊ നോക്കിക്കേ r ഇതും കട്ടായിപ്പോയി. ബാക്കി എന്താ ഉള്ള n+1 ഉണ്ട് മുകളിൽ. ഇനി നോക്കിക്കേ ഈ അടിയിലത്തെ സാധനത്തില് ആറും ആറിനെക്കാട്ടും കുറഞ്ഞുള്ള ഒരു സാധനം ഉള്ളത്. ഇനി രണ്ടും കൂടി ക്ലബ് ചെയ്ത് നമുക്ക് എന്ത് പറയാം? r ഫാക്ടോറിയൽ ചെയ്താലോ അല്ലെ? അപ്പൊ അത് ഞാൻ r ഫാക്ടോറിയൽ എഴുതി. ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് കേട്ടോ. ഇപ്പൊ 4 × 3 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? 4 ഫാക്ടോറിയൽ എഴുതാലോ. എടാ നോക്ക് 4 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു നമുക്ക് 4 × 3 ഫാക്ടോറിയൽ എഴുതാലോ. അപ്പൊ ഇവിടെ നോക്കിക്ക് ഇവിടെ നമുക്ക് 6 ഉണ്ട്. പിന്നെ 6നെക്കാട്ടും താഴെയുള്ള ഒരു സാധനമാണ് r-1. ഇവിടെ ഒരു ഫാക്ടോറിയൽ അല്ല, ഇവിടെ വെറുതെ നമ്പർ മാത്രം. 4 × ഇത് ഫാക്ടോറിയൽ ആണ്. അപ്പൊ അതിനെ ഞാൻ എന്ത് ചെയ്തു? r ഫാക്ടോറിയൽ. ഇത് നോക്കിക്ക് n-r+1 അതിന് താഴെയുള്ള സാധനമാണ് n-r. അപ്പൊ അതിന് രണ്ടും കൂടി ക്ലബ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്താം? n-r+1 ഫാക്ടോറിയൽ. ഇതിനെ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം കോൺസ്റ്റന്റ് ടൈം ഇട്ട് കഴിയുമ്പോഴത്തേക്കും n+1 - r ഫാക്ടോറിയൽ വരും. ഇത് എന്തിനാ ഡെഫിനേഷനാ? n+1 c r അല്ലേടാ? മനസ്സിലായ? നിനക്ക് മനസ്സിലായ? അടുത്ത വേറെ പകുതിക്ക് വെച്ചിട്ടൊക്കെ ഇത് പഠിക്കുന്നേ. ഇത് ഞാൻ ലാസ്റ്റ് എഴുതിക്കൂട്ടാ. ഇത് എളുപ്പമാണ്. ഇത് ലാസ്റ്റ് ഞാൻ എഴുതിക്കും. എന്തിനാ തലവേന എടുക്കണം? നമ്മര് 4:30 വന്നിരിക്കണടാ. ഇരിക്കടാ. കുറച്ചേരം ഫെസ്റ്റിവലിന് പഠിഞ്ഞു കൊടുക്കണവര്. ഇവിടെ വരെ കിട്ടിയില്ലേ? എന്താണ് ഈ കാണിച്ചിരിക്കണം? ഇവിടെ അങ്ങനെ n-1 n+1 അല്ലേ? ബ്രാക്കറ്റ് അടിയിൽ തുറക്കണ്ട. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് n ഫാക്ടോറിയൽ ബൈ r-1 ഫാക്ടോറിയൽ n-r ഫാക്ടോറിയൽ ഇൻറ്റു പിന്നെന്താ ഇപ്പൊ കിട്ടിയ സാധനം n+1
ആർ ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം മൈനസ് ആർ പ്ലസ് 1 ഫാക്ടോറിയൽ ഉണ്ടാക്കില്ല അത്രേ. അപ്പൊ നോക്കിക്കേ, നമ്മൾ മുകളിലത്തതിനെ നമ്മൾ എന്ത് ചെയ്തു, എന്നൊക്കെ നമ്മൾ പുറത്തെടുത്തല്ല ഔട്ട് സൈഡ് അല്ലേ, ഔട്ട് സൈഡ് എടുത്തു. ഇപ്പൊ എന്താ കാണിച്ചു വെച്ചേക്കുന്നത്? ഓക്കെ ഓക്കെ എൻ ഫാക്ടോറിയൽ മുകളിലത്തതിന് മുകളിലത്തെ എടാ നിങ്ങളുടെ ബുക്ക് വന്നേടാ, ആ ചെയ്ത ബുക്ക് ഞാൻ എന്നാടാ അത് നോക്കട്ടാ ആ ക്വസ്റ്റ്യൻ. ഇവിടെ ഫാക്ടോറിയൽ ഉണ്ട് കേട്ടോ. അതില്ല. അപ്പൊ നമ്മൾ ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതി. അപ്പൊ ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ 6 കട്ടയപ്പോ n+1 ആണ് വന്നത് ബാക്കി. അപ്പോൾ ഇത് നോക്കിക്കേ, n ഫാക്ടോറിയൽ ഇൻറ്റു എന്നിനെക്കാട്ടും മേലൊരു സാധനം. അപ്പൊ നോക്കിക്കേ 4 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 3 ഫാക്ട്. അതുപോലെയല്ലേ ഇത് കിടക്കുന്നത്? n+1 നമ്മൾ 4 ആയിട്ട് എടുത്ത്, പിന്നെ n3 നമ്മൾ 3 ഫാക്ടോറിയൽ. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? n ഫാക്ടോറിയൽ എഴുതാം. വലിയ നമ്പറിന്റെ ഫാക്ടോറിയലാക്കി എഴുതാം. മുകളിലത്തെ ഒരാൾ പോയിട്ട് അടുത്ത ആൾ വന്നിട്ട് എന്താ കൈ ഒരാൾ പോയിട്ട് പോയി, എല്ലാവരോടും പോയി കണ്ട മാം വഴക്കുറേ. രണ്ടുപേരും കൂടെയാണ് ഇറങ്ങി പോണേ ഇവിടുന്ന്. ഒരാൾ പോയിട്ട് വന്നിട്ട് അടുത്ത ആൾ വെള്ളം കുടിച്ചിട്ട് ഞാൻ കാണും. അപ്പൊ ഇതിനെ രണ്ടിനെ നമുക്ക് ഒരുമിച്ച് എങ്ങനെ എഴുതാം? ഇതിപ്പോ നീ 4 ആന്ന് വിചാരിച്ചു കാണണ്ടാടാ, അതിലില്ലാടാ മാർക്ക് തീർന്നു. ഇതിനിപ്പോ അവന്മാരെ നമുക്ക് ചോദിക്കാം. എവിടം വരെ കാണണ്ടാടാ? ഇവിടം വരെ കാണണ്ട. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടാ. റെസ്റ്റ് വേണോ? ചോദിച്ച റെസ്റ്റ് വേണം. ഇനി എന്താണ് തിയറം വേറെ? നീയൊക്കെ ആദ്യത്തെ ക്ലാസ് എടുക്കണായിരുന്നില്ലേ ഇവിടെ? ഞാൻ എത്ര ക്ലാസ് എടുത്ത് തുടങ്ങിയത്? അരമണിക്കൂർ നിനക്ക് റെസ്റ്റ് ചെയ്യാം. എടാ ഇനി തിയറം ഉണ്ടോടാ അതിന്റെ അകത്ത്? ഇനി അടുത്ത ഒന്നായിരിക്കെ NC(x) is equal to NC(y), NC(x) is equal to NC(y) if either ഇങ്ങനെ ഇപ്പൊ രണ്ട് കോമ്പിനേഷനുകൾ ഈക്വൽ ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ എന്തായിരിക്കും? if x equal to y ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ n കിട്ടും, അല്ലെങ്കിൽ or x plus y equal to n. ഇത് വെറുതെ ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചാൽ കേട്ടോ. NC(x) രണ്ട് കോമ്പിനേഷനുകൾ ഈക്വൽ ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ x equal to y ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? x plus y യുടെ സമയം n കിട്ടും. അല്ല ചെയ്യാൻ എനിക്ക് പ്രൂവ് വേണ്ട, പ്രൂവ് അല്ല, ഞാൻ പറഞ്ഞതായിരിക്കും. ഇനി ഇത് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എഴുതി വെച്ചാടാ. ഇഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും NC8 equal to NC2, find the value of n. കൊല്ലി ഞാൻ ഫൈൻഡ് it. ശരിയാണ്, ഇവനും ചെയ്യട്ടെ. മനസ്സിലായ? രണ്ട് ഈക്വൽ ആണ്. അപ്പൊ എന്നില്ലെങ്കിൽ ഇത് രണ്ട് ഈക്വൽ, ഇത് രണ്ട് കാണുമ്പോൾ തന്നെ അറിയാല ഈക്വൽ അല്ല. അപ്പൊ എന്തായിരിക്കും? x plus y എന്തായിരിക്കും? n ആയിരിക്കും. അപ്പൊ എന്താ വാല്യൂ? അപ്പൊ 8 2 ഈക്വൽ ആകുന്നുണ്ട്. 8 plus 2 equal to n ആണ്, which is n equal to 10. അത്രയും പോണോ നിനക്ക്? ചെയ്യാൻ പറ്റുമായിരിക്കും. ഇതാ ഒരു മാർക്ക് ഡെറിവേഷൻ വെച്ച് ചെയ്താൽ.
ഫൈൻഡ് NC2 കണ്ടുപിടിക്കാനാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഫൈൻഡ് NC2. എന്നെ കണ്ടുപിടിക്കാൻ ഫൈൻഡ് NC2 കേട്ടോ. NC2 കൂടി കണ്ടുപിടിച്ചോ. NC2 എത്ര കിട്ടിയടാ? 45 രണ്ട് 45 ആ രണ്ട് ഈക്വൽ ആണല്ലോ. 45 ആണോടാ കിട്ടിയത് നിനക്ക്? 10 into ആ 9. 10C2യുടെ ഡെഫിനേഷൻ എന്താ? പിയുടെ ഡെഫിനേഷൻ വെച്ചാണോ നീ ചെയ്തത്? ഉറപ്പാണോ? ആ അല്ല ഇതിൽ ഫൈനൽ ആൻസർ ചെയ്തിട്ടില്ല. 10 into 9 into 8 factorial by 2 factorial ആയിട്ട് 8 factorial 8 factorial കട്ട് ആയി പോകുന്നു. കഴിഞ്ഞില്ലേ? കിട്ടിയാ 45? അടുത്ത ക്വസ്റ്റ്യൻ എടാ ടെക്സ്റ്റ് ഒന്നും തന്നിടാ. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കുറച്ചുള്ളല്ലോടാ. ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ട് കേട്ടോ. ഇതിലുള്ള ഒരു എക്സാമ്പിളാണ്. A committee of 3 persons is to be constituted from group of 2 men and 3 women. In how many ways can do this? A committee of 3 persons is to be constituted from a group of 2 men and 3 women. In how many ways can do this? ഇനി അടുത്തത് ചൂസിങ് അല്ലേ. ആൾക്കാരെ ചൂസ് ചെയ്യുമ്പോ എന്താ യൂസ് ചെയ്യേണ്ട? കോമ്പിനേഷനാ യൂസ് ചെയ്യേണ്ടത് കേട്ടാ. ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് ആണ് എന്ത്? പെർമുട്ടേഷൻ. ഇവിടെ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യണല്ലേ, അപ്പൊ അതിൽ ഓർഡർ ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ അവിടെ എന്താ വരുള്ളൂ? കോമ്പിനേഷനാ വരുള്ളൂ എപ്പോഴും. മനസ്സിലായ? അപ്പൊ നമ്മളിപ്പോ പറയുന്നത് കമ്മിറ്റി ഓഫ് 3 persons is constituted from a group of 2 men and 3 women. In how many ways can do this? അടുത്ത how many of this committee would be consist of 1 man and 2 women? How many men of this committee would consist of 1 man and 2 women? അപ്പൊ ഫസ്റ്റ് വണ്ണിന്റെ സപ്പോസിന്റെ ആൻസർ പറഞ്ഞാ. നിന്റെ പേരെന്താ പറഞ്ഞു? ഫാദി. ആ പറ. 2C1 ഫസ്റ്റത്തെ സബ് ക്വസ്റ്റ്യൻ. 5 പേരുണ്ട്. 2 മെന്നും ഉണ്ട് 3 വുമണും ഉണ്ട്. നമുക്ക് എത്ര പേരെ സെലക്ട് ചെയ്യണം? 5C3. ഫസ്റ്റത്തെ സബ് ക്വസ്റ്റ്യന്റെ ആൻസർ 5C3. എത്ര? ആ ഇനി പറഞ്ഞേക്കണത് അങ്ങനെ നമ്മൾ 3 പേരെ സെലക്ട് ചെയ്യുവാണെങ്കിൽ അതില് 1 വുമനും 2 വുമനും ആവാനുള്ള ചാൻസസ് എത്രയെന്നാണ് ചോദിച്ചേക്കണം. ഹൗ മെനി ഓഫ് ദിസ് കമ്മിറ്റി വുഡ് കൺസിസ്റ്റ് ഓഫ് 1 men and 2 women? എത്ര കിട്ടിയടാ? അല്ലല്ല. അപ്പൊ നോക്കിക്കേ 2 men ഉണ്ട് അവിടെ ഓൾറെഡി. അപ്പൊ 2 menൽ നിന്ന് 1 men ആവാനുള്ള ചാൻസസ് എത്രയാണ്? എത്ര മെന്നിനെ സെലക്ട് ചെയ്യാം? 2C1. അവിടെ കോമ്പിനേഷനാ. ഇവിടെ സെലക്ഷൻ എന്ന് പറയുമ്പോൾ ആലോചിച്ച കോമ്പിനേഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കിക്കേ 2 men ഉണ്ട് ഓൾറെഡി. 2 മെന്നിൽ നിന്ന് പിന്നെ എത്ര വുമൺ ഉണ്ട്? 3 വുമൺ അല്ലെ. അപ്പൊ ഇവര് പറഞ്ഞേക്കണം ഇങ്ങനെ നമ്മൾ 5C3 വേസിൽ സെലക്ട് ചെയ്ത് വെച്ചില്ലേ, അതില് ഒരു മെന്നും പിന്നെന്താ അല്ല ഒരു മെന്നും 2 വുമൺ ആളുടെ ചാൻസ് എത്രയാണെന്ന് ചോദിച്ചേക്കണം. അപ്പൊ ഇതില് ക്വസ്റ്റ്യൻ ബിയില് 2 men ഉണ്ട്. അപ്പൊ 2C1 വേസിൽ അത് സെലക്ട് ചെയ്യാം. ഇൻറ്റു അപ്പൊ ഇതാ 3C പ്ലസ് അല്ല, എപ്പോഴും കണക്ട് ചെയ്യുമ്പോൾ ഇൻറ്റു വെച്ചിട്ട് വേണം കണക്ട് ചെയ്യാൻ കേട്ടാ. കിട്ടിയാ? എത്ര കിട്ടിയ ആൻസർ?
നീ എന്താ കാണിക്കണം? മനസ്സിലായോ ജ്യോതിഷ്? ഏ ഏത് രണ്ടാമത്തെ? ഇതാണാടാ നമ്മളോട് പറഞ്ഞത്. നമ്മളിപ്പോ 5C3 വേസിൽ സെലക്ട് ചെയ്ത് വെച്ചില്ലേ, അതില് ഒരു മെന്നും 2 വുമനും ആവാനുള്ള ചാൻസ് എത്രയെന്ന് ചോദിച്ചേക്കണം. അപ്പൊ 1 മെൻ ആവണമെങ്കിൽ നമ്മൾ എത്ര ഇതിൽ നിന്ന് ഒരു മെൻ സെലക്ട് ചെയ്യണത്? 2 മെന്നിന്ന് സെലക്ട് ചെയ്യണത്. അതുകൊണ്ടാണ് 2C1 വന്നത്. ഇൻറ്റു മറ്റേതാ, ഇത് 3 വുമണിന്ന് സെലക്ട് ചെയ്യണം രണ്ടുപേരെ. അപ്പൊ 3C2 വന്നത്. രണ്ടുപേരെ മതി വുമൺ, അതുകൊണ്ടാണ് 3C2 മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യൻ ഒന്ന് വെറുതെ റഫായിട്ട് എഴുതിക്കോ. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വേ ഓഫ് ചൂസിങ് 4 cards from a what is the number of ways of choosing 4 cards from a pack of 52 playing cards? 52 playing cards. സബ് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടാടാ. കാർഡ് കാറല്ല, കാർഡ് 52. മറ്റേ നമ്മൾ ചീട്ട് കളിക്കില്ല ആ സാധനം. 53 മൊത്തം ഉള്ളത്. കാർഡിന്റെ ക്വസ്റ്റ്യൻ മിക്കപ്പോഴും ചോദിക്കൂട്ടെ എക്സാമിന്. സബ് ക്വസ്റ്റ്യൻ 1, 4 cards are of the same suit. ടെക്സ്റ്റിലുണ്ട് ക്വസ്റ്റ്യൻ. വേണ്ട. എന്താ പറയാ? 4 cards are from the same suit. സെയിം സ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കറിയില്ല കറക്റ്റായിട്ട്. അല്ലേടാ, സ്യൂട്ട് എന്ന് പറഞ്ഞാൽ സെയിം ഇതല്ലേ, സെയിം സിമ്പിൾ അല്ലേ? ഡയമണ്ട്, ഹാർട്ട്, ക്ലബ്, സ്പേഡ്. ഏതൊക്കെയാ? ഹാർട്ട്, ഡയമണ്ട്, ക്ലബ്, പിന്നെ സ്പേഡ് ഏതായിരുന്നു? ഒന്ന് വരച്ചു കാണിക്കും. 4 വരച്ചേടാ, എല്ലാം വരച്ചേ. അപ്പൊ നോക്കിക്കേ, സബ് ക്വസ്റ്റ്യൻ 1 എന്തായിരുന്നു? നാലെണ്ണം ഒരേ. എത്ര കാർഡ് സെലക്ട് ചെയ്യണം? 4 എന്തായിരിക്കണം? ഒരേ. അപ്പൊ ആദ്യം നമ്മൾ ടോട്ടൽ കോമ്പിനേഷൻ കണ്ടുപിടിക്കണ്ടേ? ദ റിക്വയർഡ് നമ്പർ ഓഫ് വേസ്. അപ്പൊ 52 കാർഡ് ഉണ്ട്, 4 സെലക്ട് ചെയ്യാം. അപ്പൊ ടോട്ടൽ എത്ര ഇട്ടോടാ? 42C4. അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചത് 42 കാർഡ് ഉള്ളത് അതിന്റെ കയ്യില്. എളുപ്പടാ. 52C2. അപ്പൊ 52 into 52 factorial by ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. C4. അപ്പൊ ചെയ്യണം. പോടാ. ഫസ്റ്റത്തെ എത്ര കിട്ടി? കട്ട് ചെയ്ത് കളയാടാ. മൊത്തം ബേസ് ആണ് കണ്ടുപിടിക്കുന്നത് നമ്മള്. കട്ടാവോടാ. പാടൊന്നും പെടുന്നില്ല. ബാക്കി നിങ്ങൾ ചെയ്തോളി. ഇനി ഇതിനെ നമുക്ക് അതും കട്ട് ചെയ്ത് കളയാം കേട്ടോ.
ബാക്കി നിങ്ങൾ ചെയ്തോട്ടോ. നീ അല്ലടാ എത്ര കിട്ടി? ഞാൻ ചെയ്യണ്ട, അങ്ങ് ആൻസർ ചെയ്തേക്കും. 270725. ഇനി സബ് ക്വസ്റ്റ്യൻ 1 നമ്മളിപ്പോ ടോട്ടൽ റെക്കോർഡ് നമ്പർ ഓഫ് പേജ് മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ അല്ലെ. ഇനി ഇവരെന്താ പറഞ്ഞേക്കണം? 4 കാർഡ്സ് ആർ ദ സെയിം സ്യൂട്ട് അല്ലെ. 4 കാർഡ്സ് സെയിം ആയിട്ട് വരണം. അപ്പൊ എങ്ങനെ ചെയ്യും? അപ്പൊ ഓരോ കാർഡിൽ എന്താ 270725 ഓരോ സെറ്റിലും 13 ഉള്ളത്. അപ്പൊ 13C എന്ത് വരും? 4 ഇൻറ്റു അടുത്ത സെറ്റിലെ 13C4 ഇൻറ്റു 13C4 ഇൻറ്റു 13C4. അടുത്തതില് സബ് ക്വസ്റ്റ്യൻ 1 4 കാർഡ്സ് ആർ ദ സെയിം സ്യൂട്ട്. കിങ് ക്യൂന് പിന്നെ ജാക്ക് ഏസ് അത് 4 പിന്നെ 1 to 10 1 to 10 ഏസ് 1 ഏസ് 13 അല്ലേ? മനസ്സിലായോ? അപ്പൊ 13 കാർഡ് ഉണ്ട് മൊത്തം. അതിന്ന് ഇവരെന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണ? ഓരോ കാർഡ് എടുക്കുമ്പോൾ സെയിം കളർ ആവാനുള്ള ചാൻസ് ചോദിച്ചേക്കണം. അപ്പൊ ഫസ്റ്റത്തെ നമ്മള് ഹാർട്ട് എടുക്കണമെങ്കിൽ ഹാർട്ട് 13 ഉണ്ട്. എത്ര സെലക്ട് ചെയ്യണം? 13 13C4. അപ്പൊ അതിന്റെ കോമ്പിനേഷൻ കിട്ടും. ഇൻറ്റു പിന്നെ ഡയമണ്ട് ആണെങ്കിൽ 13C4 അത് ഇൻറ്റു അങ്ങനെ ഓരോ ഷേപ്പും വരുമ്പത്തേക്കും 13C4. അവിടെ ഒരു ഡിഫറൻസ് കിട്ടുന്നുണ്ട്. അതല്ല സെക്കൻഡ്. ഇവിടെ ഉണ്ടല്ലോടാ അല്ലല്ല ഒരു 4 കാർഡും ഒരേ കളറിനാവുള്ള ചാൻസ് ചോദിച്ചേക്കണം. 4 cards are the same suit. First one. അപ്പൊ 13C1 4 ഇതാവണമെങ്കിൽ 4 ഒരേ ചിഹ്നത്തിനാണ്ടേ. എടാ 4 കാർഡ് ഉണ്ട്, 4 വ്യത്യസ്തമാണെന്നുണ്ടെങ്കിൽ ഓരോന്നിന്നും ഓരോന്ന് വെച്ചല്ലേ വരുള്ളൂ. അപ്പൊ 13C1 അല്ലേ? ആലോചിച്ചോക്ക. ഇവിടെ എന്താന്ന് പ്ലസ് വന്നെന്ന് മനസ്സിലായടാ? എന്താ പ്ലസ് വന്നത് ഇവിടെ? മറ്റേല് നമ്മൾ ഒരുമിച്ചാ എടുക്കണത്. ഇവിടെ അങ്ങനെയല്ല, ഇത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടാ. അപ്പൊ സെപ്പറേറ്റ് ആക്കിയിട്ടുള്ള എടുക്കണതിനാണ് പ്ലസ് വന്നത് ഇവിടെ. മറ്റേ നമ്മൾ 1 വെന്നും 2 അങ്ങനെ ഒറ്റ ടൈം തന്നെ എടുക്കുന്നത്. മനസ്സിലായി? ഇവിടെ ഓരോന്നിന്റെ പോസിബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓരോന്നും കണ്ടുപിടിച്ചിട്ട് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടലാ പറയണം നമ്മളിവിടെ. അതാണ് ഇവിടെ പ്ലസ് വന്നത് കേട്ടോ. ആദ്യത്തെ എത്രയാണ് കിട്ടിയത് ആൻസർ? 2860. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ മാനസ്? എന്താ പ്ലസ് വന്നത് കാരണം അവിടെ? ആദ്യത്തേല് നമ്മൾ മറ്റേതിന് നമ്മൾ ഇൻറ്റു അല്ലേ ചെയ്തത് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട്. കാരണം ഇവിടെ നോക്കി 4 കാർഡിൽ നിന്നും ഓരോന്നിന്റെയും അവിടെ ചോദിച്ചതായിരുന്നു. ടോട്ടലായി വെച്ചേക്കണം, സെയിം കളർ ആവാനുള്ള ടോട്ടല്. അപ്പൊ ടോട്ടൽ കാണുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യണത്? പ്ലസ് ആ ചെയ്യണത് അല്ലെ? അപ്പൊ ഓരോന്നിന്റെ ടോട്ടൽ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? മൊത്തത്തിൽ പ്ലസ് ചെയ്യും. അറ്റ് എ ടൈം അല്ലല്ലോ 4 നിന്ന് കയറ്റ് വരെ എടുക്കണത്. അപ്പൊ ഓരോന്നിന്റെ പോസിബിലിറ്റി കണ്ടിട്ട് ടോട്ടൽ പ്രോബബിലിറ്റി ചോദിച്ചപ്പോഴാണ് നമ്മൾ ആദ്യം പ്ലസ് ചെയ്തത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണത്? 4 കാർഡ് ബിലോങ്സ് ടു 4 ഡിഫറെന്റ് ഷേപ്പ്. അപ്പൊ നമുക്കറിയാം ഏതൊക്കെ ഷേപ്പ് ഏതൊക്കെയായിരുന്നു. ഒരെണ്ണം ഹാർട്ട്, ഡയമണ്ട്, സ്പേഡ്. ഇതാണോ? ഇതല്ലേ? ഇത് ക്ലാവ്. പിന്നെ ഏതായിരുന്നു?
ഇങ്ങനത്തെ. അപ്പൊ നമ്മൾ 4 കാർഡും വ്യത്യസ്തമായിരിക്കണം അല്ലെ? 4 കാർഡും വ്യത്യസ്തമായിരിക്കണം. ഓരോന്നിന്റെ ഓരോന്ന് ഏതും വരണ്ടേ? അപ്പൊ അതിന്റെ പ്രോബിലിറ്റി എന്ത് വരും? 13C എന്താ വരേണ്ടത്? ഫസ്റ്റത്തെ ഇതിന്ന് എന്ത് വരണം? ഒരെണ്ണം വരണം. അപ്പൊ 13C 1. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ 4 കാർഡ് ഒരുമിച്ച് എടുക്കുന്നുണ്ട് നമ്മള്. അതുകൊണ്ട് അവിടെ എന്ത് വരണം? കണക്ട് ചെയ്യാൻ മൾട്ടിപ്ലൈ വരും. പ്ലസ് അല്ല, 4 കാർഡ് ഒരുമിച്ചല്ലേ എടുക്കണത്. അപ്പൊ 4 എണ്ണത്തിന് എടുക്കണല്ലോ ഒരേനെ. അപ്പൊ അതുകൊണ്ട് 13C1 ഇൻറ്റു വരുള്ളൂ കേട്ടോ. അവിടെ C1 ഒരുമിച്ച് എടുക്കുന്നതിനൊക്കെ നമ്മൾ ഇൻറ്റു വരുള്ളൂ. മറ്റേ കേസില് 2 ആണിനെയും 1 പെണ്ണിനെയും ഒരുമിച്ച് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ മൾട്ടിപ്ലൈ വന്നത്. ടോട്ടൽ കാണാനല്ല പറഞ്ഞത് അവര്. ആ 4 ഇൻറ്റു 13C1 എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഓരോന്നും കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല. അത് ചേടെന്താ? ആ ഫേസ് കാർഡാ? ഫേസ് കാർഡ് എന്താടാ? ആണോ? അല്ലല്ല, ആ അപ്പൊ എന്താണ് ഫേസ് കാർഡിന് ഉദ്ദേശിച്ചത്? 12. ആ അല്ലല്ലാടെ ഇവര് ആണോ? ഇവിടെ ഇവര് 12 ഫേസ് കാർഡ്സ് എന്നാ പറഞ്ഞേക്കണം. അപ്പൊ എന്താ ഈ ഏസ് മാറ്റിയിട്ടുള്ള സാധനമാണോ? ആ there are 12. നമുക്ക് 6 ഫേസ് കാർഡ് ആയിരിക്കും. ഫേസ് കാർഡിൽ നിന്ന് 4 സെലക്ട് ചെയ്യണം. ആ അപ്പൊ 12. ആ എടാ മനസ്സിലായോ? 12C എത്ര എടുക്കണം? 4 എടുക്കണം. മനസ്സിലായോ ചോദിച്ചേ? ഫേസ് കാർഡ് ആകെ എത്ര ഉണ്ട്? ഓരോന്നിനും 3 12 ഉണ്ട്. ആ ഏതാ? 13 4 4 ഇൻറ്റു ആ 13 മറ്റേതിലാ? അത് കഴിഞ്ഞിട്ടുള്ള ആൻസറാ. ആ അപ്പൊ 12C4. 12 ഫേസ് കാർഡ് ടോട്ടല്. 4 എടുത്താൽ മതി. അപ്പൊ 12C4. ആ എടാ എല്ലാത്തിലും ഇല്ലേ? ഇവിടെ 3 എടാ ക്യൂന്, ജാക്ക്, പിന്നെന്താ മറ്റേ സാധനത്തിന് പേര്? കിങ്. അപ്പൊ ഇത് 3 അല്ല അല്ല. അപ്പൊ ഇത് 3 3 3. അപ്പൊ 4 ഇൻറ്റു 3 12. ഈ അടുത്തത് നോക്കാണ്ട് ഇതിന്റെ ടെക്സ്റ്റ് അടിച്ചു നീക്ക് നോക്കട്ടെ. ഞാൻ അടുത്ത പറയട്ടെ. അതിന് തന്നെ സബ് ക്വസ്റ്റ്യന് എത്ര കിട്ടി? 4 9. അടുത്തതില് കഴിഞ്ഞാണ്. അടുത്തതില് 2 are red and 2 are black. 2 are red, 2 are black. ചോദിച്ചു പറ. 2 റെഡ് ആണെങ്കിൽ മൊത്തം 13 കാർഡ്സിൽ 2 സെറ്റ് റെഡ് ഉണ്ട്. അപ്പൊ എത്ര വരും? 13 + 13 26. 11 എടാ മൊത്തം റെഡ് കാർഡ്സ് എത്രയുണ്ട്? 52 കാർഡ്സില് 13 ഹാർട്ടിന് ഷേപ്പ് തന്നെ ബ്ലാക്കും ഇതുമില്ലേ? അങ്ങനെ. ആ അപ്പൊ റെഡ് മൊത്തം എത്രയുണ്ട്? 26 ഇല്ലേ? ആ അതിന് നമുക്ക് 2 റെഡും 2 ബ്ലാക്കും. അപ്പൊ എങ്ങനെ? 26C2 പ്ലസ് ഇൻറ്റു പ്ലസ് ആണ്.
ഒരുമിച്ച് എടുക്കണം. 2 റെഡ് 2 ബ്ലാക്ക് ഒരുമിച്ച് എടുക്കണം. മൊത്തം 4 കാർഡ് എടുക്കണം. അപ്പോഴാ 2C2 ഇൻറ്റു 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 എന്ത് വരുവാടാ? ശരി. എത്ര കിട്ടി? ചെയ്യണ്ട. വേണ്ട. എടാ 26C2 ആദ്യം കണ്ടുപിടിക്കാം, എന്നിട്ട് അതിന്റെ സ്കോർ എടുത്താൽ മതി. 26C2 കണ്ടുപിടിക്കാം. അപ്പൊ 325 അല്ലേ? എന്നിട്ട് അതിന്റെ സ്കോർ എടുക്കാം. 325ന്റെ സ്കോർ. ഇത് നോർമൽ കാൽക്കുലേറ്റർ പോലും യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? സയന്റിഫിക് അല്ലാണ്ട് നോർമൽ ഇല്ലടാ. ആര് കൊടുക്കണം? നമ്മ കൊടുക്കണോ? അപ്പൊ നമ്മക്ക് കിട്ടോ? ആണോ? പക്ഷെ ഡിസബിലിറ്റി ഇല്ലാത്തൊരു മനുഷ്യനും ഇതൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? മിസ്റ്റേക്ക് പറ്റും. ഇനി അടുത്തത് 105,625 അല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നീ എഴുതിയതല്ലേടാ? 105,625. ഇനി അടുത്ത മാനസ് പറയും. കാർഡ്സ് ആർ ഓഫ് ദ സെയിം കളർ. 105,625. Cards are of the same color. കാർഡ്സ് എല്ലാം സെയിം കളർ വരണം. സെയിം കളർ വരാനുള്ള കാർഡ്സ് ആർ ഓഫ് ദ സെയിം കളർ. എന്താ പ്ലസ് വരും? അത് പ്ലസ് 26C2 എന്ന് വരും. അതായത് 4 റെഡ് കാർഡ്സ് ക്യാൻ ബി സെലക്ടഡ് ഇൻ 26 റെഡ് കാർഡ്. 4 റെഡ് കാർഡ് നമുക്ക് എന്ത് ചെയ്യാം? 26 റെഡ് കാർഡിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ അത് 26C4. മനസ്സിലായില്ലേ? എടാ 4 കാർഡും കാർഡ്സ് ആർ ഓഫ് ദ സെയിം കളർ. 26 ടോട്ടൽ അല്ലെ? 26 റെഡും ഉണ്ട്, 26 ബ്ലാക്കും ഉണ്ട്. അപ്പൊ 26C4 ഒരു റെഡ് പ്ലസ് ഒരുമിച്ചല്ല എടുക്കണത്. ഇത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 4 വന്നില്ലേ? 4 കാർഡ് എടുക്കണം. 4 കാർഡ് എടുക്കുന്നതിന് 4 ഒരേ കളർ വരാനുള്ള ചാൻസസ് ആണ് ചോദിച്ചേക്കണം. അപ്പൊ 26 കാർഡില് റെഡ് വരുമ്പത്തേക്കും 26C4. അപ്പൊ 26ല് നമുക്ക് 4 എന്താകാം? റെഡ് ആകാം. പ്ലസ് എന്ത് വരും? 26C4. അപ്പൊ ഇവിടെ നമ്മൾ ഒരുമിച്ചല്ല എടുക്കണത്. 4 എടുത്ത് പിന്നെ 4 എടുത്തേക്കണേ. മനസ്സിലായോ? ഇനി നിങ്ങൾ ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ 52C4 ഇൻറ്റു 6 അത് വരില്ല. നോക്കിക്കട ഇവിടെ നോക്കണ്ട. ഇവിടെ ശ്രദ്ധിച്ച് ഇവിടെ ഒരിക്കലും 4 വരാനുള്ള ചാൻസ് കുറവായിരിക്കുള്ളൂ. ഇൻറ്റു വെച്ചിട്ട് പ്ലസ് ആവുമ്പോഴാണ് 26C4. മനസ്സിലായോ? ഇവിടെ നോക്കും. ഇത് 26C2 അല്ലേ? C2 ആയോണ്ടിട്ട് അവിടെ ഇൻറ്റു വന്നത്. ഇവിടെ ഈ കേസ് നോക്കിക്കേ, 4 കാർഡ് നമ്മൾ എടുത്തു കഴിഞ്ഞു ഓൾറെഡി. അതാണ് അവിടെ പ്ലസ് വന്നേക്കുന്നത്. അതൊന്നും ആലോചിച്ചാൽ മതി കേട്ടാ. മനസ്സിലായ? പ്ലസും മൈനസും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എടാ 4 കാർഡും കാർഡ്സ് ആർ ഓഫ് ദ സെയിം കളർ. 4 കാർഡും സെയിം കളർ ആയിരിക്കും. 4 കാർഡ് എടുക്കാമെന്ന് ആദ്യം ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കി 4 കാർഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കാർഡ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് പ്ലസ് ഒരുമിച്ചല്ല എടുക്കണം നമ്മള്. അതുകൊണ്ടാണ് പ്ലസ് C4 വന്നോണ്ട് കേട്ടോ.
ഈ ക്വസ്റ്റ്യൻ നല്ലോണം നോക്കിയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പോകണം. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കും കേട്ടാ. ഈ കാർഡിന്റെ ഇത് വെച്ചിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടം ക്വസ്റ്റ്യൻ ചോദിക്കണം. $29,000 $27,000 അല്ല, 22,990 ആൻസർ. 299. ആ പ്ലസ് തന്നെയല്ലേ നീട്ട നടക്ക്. എന്റെ ബുക്ക് തീർന്നു പോയാടാ. കാൽക്കുലേഷൻ ലൈറ്റ് ഉണ്ടാടാ. എടാ അവിടെ ലൈറ്റ് ഉണ്ടല്ലോ. ലൈറ്റ് ഉണ്ടായിട്ടാണ് അവിടെ നിങ്ങൾ ഇടാണ്ടിരിക്കുന്നത്. ഏ ടു 29900. 29900. 29900ടാ. ആ അടുത്ത നിങ്ങൾ 299 മണി നോക്കട്ടെ. ഇനി മറ്റേതും കൂടെ എഴുതി കാണിച്ചിട്ട് പോയിക്കും. ഏത് ആ ഞാനിപ്പോ ആ പ്രൂഫില്ലേ പഠിച്ചു കഴിഞ്ഞാൽ ബുക്കിംഗ് വന്നേക്കും. NCR -1. NCR is equal to N plus അതല്ലേടാ. NCR equal to N plus 1 CR അല്ലേ? അതല്ലേ? ആ NCR plus NCR minus 1. NCR minus 1 equal to N plus CR.
മാനസിന്റെ കഴിഞ്ഞാ കഴിഞ്ഞാടാ എന്റെ കിട്ടിയാടാ ശരിയാണ് ചെയ്തു ഇനി എന്താ പറഞ്ഞ എൻ ഫാക്ടോറിയൽ എൻ പ്ലസ് വണ്ണിനെ നമുക്ക് എങ്ങനെ എഴുതാം 4 into 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ എൻ പ്ലസ് വൺ എൻ ഫാക്ടോറിയൽ കിട്ടിയാടാ 6 into 6 minus 1 factorial എന്ന് പറഞ്ഞാൽ ഇതെന്താ വിച്ച് ഈക്വൽ ടു എന്ത് സാധനം അത് കണ്ടുപിടിച്ച് വെച്ചേക്കണം എൻ പ്ലസ് വൺ ചെയ്യാം ആ അതേ വിച്ച് ഈക്വൽ ടു അടുത്ത ക്ലാസ്സിൽ ചേർക്കാം എന്താ നാളെ ഉണ്ടോ നാളെ വെനസ്ഡേ ഇല്ലല്ലോ വെനസ്ഡേ ഇല്ലല്ലോ നിനക്കുണ്ടാ കെമിസ്ട്രി ഇല്ല നിനക്ക് നിങ്ങൾക്ക് ഇനി വെള്ളിയാഴ്ച ഉള്ളടാ ക്ലാസ് മാത്സ് നാളെ ഫിസിക്സ് അല്ലേ ഫിസിക്സിനെ ഇല്ലേ എടാ ഒന്ന് ഓഫ് ചെയ്തേക്കാം